ഒരുപാട് സന്തോഷം. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. തിരുവനന്തപുരത്തെ ബിജെപി സ്ഥാനാർത്ഥി ആശാനാഥ് പ്രതികരിക്കുന്നു. വലിയ സന്തോഷം അവർ പങ്കുവെക്കുന്നു. വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ബിജെപിക്കകത്ത് നിന്ന് ഉയർന്നു വന്നിട്ട് പോലും NDA നടത്തുന്ന മുന്നേറ്റമുണ്ട് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം. അത് LDFന് നേരത്തെ പറഞ്ഞതുപോലെ തിരിച്ചുവരവും മൂന്നാമതൊരു വരവും നിയമസഭയിൽ നടത്തും എന്ന് പറയുന്ന LDFന് അതൊരു തിരിച്ചടിയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 2.5 മണിക്കൂറായി വോട്ടെടുമ്പോൾ പലയിടത്തും നിന്നും വരുന്ന അട്ടിമറി മുന്നേറ്റങ്ങൾ, അട്ടിമറി തിരിച്ചുവരവുകൾ UDF. ലതിക സുഭാഷ് തോറ്റു എന്നുള്ളതാണ് മറ്റൊരു വാർത്തയായി നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഒരിക്കലും അപ്രതീക്ഷിത വിജയമല്ല. ഞങ്ങൾ പ്രതീക്ഷിച്ച വിജയം തന്നെയാണ്. കൊച്ചി നഗരം എന്ന് പറയുന്നത് UDFന്റെ കയ്യിൽ സുരക്ഷിതമാണ് എന്ന് ജനങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതാണ് ഈ ട്രെൻഡിന്റെ ലക്ഷ്യം. വലിയ വികസന പദ്ധതികളുടെ ഒരു അവകാശ നേട്ടവുമായാണ് ഇടതുമുന്നണി സമീപിച്ചത്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു പ്രതീക്ഷകൾ അവരെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചോദിച്ചതാണ്, അതിനെല്ലാം മറികടന്നാണോ ജനം ചിന്തിക്കുന്നത്? അതൊരു അവകാശവാദം മാത്രമായിരുന്നു. ജനങ്ങൾ മനസ്സിലാക്കി എന്താണ് നഗരത്തിൽ സംഭവിച്ചത് കഴിഞ്ഞ 5 വർഷം എന്നുള്ളത്. ഇവിടുത്തെ പ്രബുദ്ധരായ നഗരത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയതിന്റെ ലക്ഷണമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും പ്രഖ്യാപിക്കാനുള്ള സീറ്റുകൾ കൊച്ചി മേഖലയിലുണ്ട്. അവിടെയും വലിയ രീതിയിൽ സ്വീപ്പിംഗ് ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഒരു ദിശാസൂചികയാണോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്? തീർച്ചയായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വലിയ ട്രെൻഡാണ് കോൺഗ്രസിനും UDFനും ഉള്ളത് എന്നതിന്റെ ലക്ഷണമാണ്. വലിയ സജീവമായി പരിഗണിക്കുന്ന പേരാണ് മേയർ സ്ഥാനത്തേക്ക് ദീപ്തിയുടേത്. എങ്ങനെയാണ്? വലിയ ഭൂരിപക്ഷം ജനങ്ങൾ തന്നിട്ടുണ്ട്. എനിക്ക് എന്റെ ഡിവിഷനിൽ 1086 വോട്ടിന്റെ ഭൂരിപക്ഷം ജനങ്ങൾ തന്നു. അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ബാക്കിയെല്ലാം പാർട്ടി തീരുമാനിക്കും. തീർച്ചയായും വലിയ മെജോറിറ്റി 1000-ലധികം ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഇപ്പോൾ വിജയിച്ചിട്ടുള്ളത് എന്നതാണ് ദീപ്തി മേരി വർഗീസ് പറയുന്നത്. ഇടതുപക്ഷത്തിന് എന്താണ് സംഭവിക്കുന്നത്? കോർപ്പറേഷനുകൾ എന്തുകൊണ്ട് ഇത്ര വലിയ തിരിച്ചടി സംഭവിക്കുന്നു എന്നുള്ള കാര്യമുണ്ട്. 45 കൊല്ലമായിട്ട് കയ്യിൽ വെച്ച തിരുവനന്തപുരം കോർപ്പറേഷൻ പോകുന്ന സാഹചര്യം, കൊച്ചി തിരികെ പിടിക്കുന്നു UDF എന്നുള്ളൊരു സാഹചര്യം, LDFിന്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള കൊല്ലത്ത് പാളുന്നു എന്നുള്ളൊരു സാഹചര്യം. ഏത് തരത്തിലാണ് അഭിലാഷ് ആകപ്പാട് ആശ്വസിച്ച് പറയാനുള്ളത്? പാലക്കാടൊക്കെ ഒരുപക്ഷെ വലിയ ശക്തി, NDAയുടെ ശക്തി കേന്ദ്രമായ പാലക്കാടൊക്കെ BJPക്കും ഇതുപോലെ ചില കാലിടർച്ചയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഈ രീതിയിൽ ഷൊർണൂറിൽ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് എന്ന് തന്നെ പറയാം ഇടതുപക്ഷത്തിൻ്റെതായി വരുന്നത്. ഷൊർണൂർ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രം ആയിരുന്നു. ഷൊർണൂരിൽ പക്ഷേ ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു BJPക്ക് എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഷൊർണൂരിൽ വലിയ മേൽക്കൈ അല്ലെങ്കിൽ ആധിപത്യം എന്ന് ഉറപ്പിച്ചിരുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന്, പൂഞ്ഞാർ പഞ്ചായത്ത് 10 വർഷത്തിന് ശേഷം ഇടതുമുന്നണിയിൽ നിന്ന് UDF പിടിച്ചെടുത്തിരിക്കുന്നു. 4 സീറ്റുകളോടെ BJP പ്രതിപക്ഷത്ത് വരുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ പാലയിൽ നിന്ന് വരുന്ന സൂചനകളൊന്നും ഇടതുപക്ഷത്തിന് ശുഭോദർക്കമായിട്ടുള്ളതല്ല. ജോസ് കെ മാണി വോട്ട് ചെയ്ത കുടുംബത്തോടുകൂടി വോട്ട് ചെയ്ത വാർഡിലടക്കം ഇടതിന് ഭരണം നഷ്ടമായിട്ടുള്ള സാഹചര്യം ഇതാ പൂഞ്ഞാറിൽ നിന്ന് വരുമ്പോൾ എന്താണ് മധ്യ കേരളത്തിൽ സംഭവിക്കുന്നത് ഇടതിന് എന്നുള്ള വലിയ ചോദ്യം. നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവിടെ കേരള കോൺഗ്രസ് പാർട്ടികളുടെ നിലപാടുകളാണ് അധികമായും ചർച്ച ചെയ്യപ്പെടുന്നത് എന്നതാണ്. പൂഞ്ഞാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ എന്നത് ഒരു പക്ഷേ നേരത്തെ നമുക്കറിയാം BJP എന്നത് വലിയ ചർച്ചയായി വന്നിരുന്ന, വലിയ രാഷ്ട്രീയ വിവാദങ്ങളടക്കം സൃഷ്ടിക്കപ്പെട്ടിരുന്ന പൂഞ്ഞാർ മേഖല, അവിടെ PC ജോർജിനെ പോലെയുള്ള നേതാക്കളുടെ സാന്നിധ്യം, അവരുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് പൂഞ്ഞാർ പഞ്ചായത്തിൽ 10 വർഷത്തിന് ശേഷമാണ് ഇടതുമുന്നണിക്ക് ഭരണം നഷ്ടമാകുന്നത്. അവിടെ UDF തിരിച്ചെടുപ്പിടിച്ചിരിക്കുന്നു പഞ്ചായത്ത്. പ്രതിപക്ഷത്ത് വരുന്നു എന്നുള്ളതും വേറെ നിർണായകമുള്ള കാര്യം. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത, CPMന്റെ പ്രമുഖരൊക്കെ പലയിടത്തും തോൽക്കുന്ന റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ പന്തളത്ത് നിന്ന് വരുന്നു. പന്തളം നഗരസഭയിൽ CPMന്റെ വനിതാ നേതാവ് ലസിത നായർ 8ാം വാർഡിൽ തോറ്റിരിക്കുന്നു എന്ന് പറയുന്നു. ശബരിമല പ്രതിഫലിച്ചിട്ടില്ല എന്ന് ലസിത ഒരുപക്ഷെ വാർത്തകളിൽ ഏറ്റവും നഗരസഭയുടെ പ്രതിപക്ഷ നേതാവായിരുന്ന ലസിത നായർക്കാണ് തോൽവി. ലസിത നായരുടെ ചില പരാമർശങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട പശ്ചാത്തലമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവരുടെ പ്രതികരണം എന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡനത്തിന്റെ തീവ്രതയെ മുകേഷിന്റെ പീഡന തീവ്രതയുമായി താരതമ്യം ചെയ്തത് രാഷ്ട്രീയ കേരളം കൗതുകത്തോടു കൂടി നോക്കിക്കണ്ടതാണ്. ആ ലസിത ഇപ്പോൾ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരമായി നമുക്ക് നൽകാൻ പറ്റുന്നത്. നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്നു എന്നതാണ് ലസിത പരാജയപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരമായി നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. ഒപ്പം മധ്യ കേരളത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ സൂചിപ്പിച്ചു എറണാകുളം നിയമസഭാ മണ്ഡലം, അതുപോലെ എറണാകുളത്തെ തന്നെ ലോക്സഭാ മണ്ഡലത്തിനുമൊക്കെ കീഴിലേക്ക് കൂടുതലായി കടന്നു വരുന്നതിന് വേണ്ടി 2020 ശ്രമം നടത്തിയിരുന്നു. അവിടെ ഇതാ കിഴക്കമ്പലം കുന്നത്തുനാട്
പഞ്ചായത്തുകളിൽ UDFന്റെ മുന്നേറ്റം എന്നതാണ് ഇപ്പോൾ അവിടെ അത്ഭുതപ്പെടുത്തുന്ന ഒന്ന്. ഐക്യരനാട് പഞ്ചായത്ത് പക്ഷേ 2020 എന്നുള്ളതുമാണ് ഏറ്റവും കൗതുകകരമാകുന്ന സാഹചര്യം. 2020 പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സംഘടനകളുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം അതിൽ അപർണ എടുത്തു പറയേണ്ടത് 2020 വിജയക്കൊടി പാറിക്കാൻ പറ്റുന്നത് ഏറ്റവും പ്രധാനമായും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആണ്. അവർ ഏറ്റവും സ്വീകാര്യരായ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നു. അങ്ങനെ മത്സരിപ്പിച്ചിട്ടും അവർ പിന്നിലേക്ക് പോകുന്നു. ഈ കിട്ടുന്ന തിരിച്ചടി അത് 2020യുടെ ഭാവി എങ്ങോട്ട് എന്നുള്ളൊരു ചോദ്യം ബാക്കി നിർത്തുന്നു. UDFന് ഇത് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല, പ്രത്യേകിച്ച് എറണാകുളത്ത്. അതോടൊപ്പം തന്നെ അഭിലാഷ് നേരത്തെ പറഞ്ഞ പോലെ പാലായിൽ നിന്ന് മധ്യ കേരളത്തിൽ കോട്ടയത്ത് സംഭവിക്കുന്നത് എന്താണ്? ഇടതുപക്ഷത്തിന് കാലിടർന്നത് എന്തുകൊണ്ടാണ്? കേരള കോൺഗ്രസ് എമ്മിൽ ജോസ് കെ മാണിയുടെ അപ്രമാദിത്വത്തിന് എന്താണ് സംഭവിക്കുന്നത്? വലിയൊരു ഒരു ചോദ്യമൊക്കെ അവിടെ നിന്ന് വരികയാണ്. കോട്ടയം, എറണാകുളം ഒക്കെ ഈ ഇക്വേഷൻസ് മാറ്റിമറിക്കുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഇനി നമ്മളിനി കോഴിക്കോടൊന്ന് പോകണം. കോഴിക്കോട് ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന സമയമായിരുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ എന്നത് പതിറ്റാണ്ടുകളായി ഇടതുപക്ഷം നിലനിർത്തുന്ന കോർപ്പറേഷനാണ്. അവിടെ ഇതാ 26-22 എന്ന നിലയിലാണ് NDAയുടെ ഒരു മുന്നേറ്റം എടുത്തു പറയേണ്ടതാണ്. 12 സീറ്റുകളിലാണ് കോഴിക്കോട് NDA മുന്നിട്ട് നിൽക്കുന്നത് എന്നത് തന്നെയാണ്. അത് അത്ഭുതപ്പെടുത്തുന്ന മുന്നേറ്റമാണ്. NDA വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഇടങ്ങളുണ്ട്. പക്ഷേ കോഴിക്കോട്, അതേസമയം തിരുവനന്തപുരത്ത് വീണ്ടും NDAയുടെ ഒരു മേൽക്കൈ തുടരുകയാണ്. അത് 10 സീറ്റുകൾക്ക് 35 എന്ന് പറയുന്ന ഒരു സേഫ് സോണിൽ NDA നിൽക്കുന്നതായിട്ട് ഇപ്പോൾ കാണുകയാണ്. ഏതായാലും ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ IP ബിനു അടക്കം തോറ്റിരിക്കുന്ന ഒരു സാഹചര്യം LDFനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ തിരുവനന്തപുരത്ത് BJPയുടെ അകത്തുണ്ടായിരുന്ന ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ, ഉയർന്നു വന്ന വിഷയങ്ങൾ, വിവാദ വിഷയങ്ങൾ, അത് ഏറ്റെടുത്ത ഇടതുപക്ഷം ഇതൊക്കെ പതറി തലസ്ഥാനത്ത് ഭരണം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് LDF വരികയാണെങ്കിൽ അടുത്ത ഫൈനൽ എന്ന് വിളിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു നിൽക്കാൻ വിയർക്കേണ്ടി വരും. തൃപ്പൂണിത്തുറയിൽ നിന്ന് വരുന്നു. NDA ആണ് മുന്നിൽ നിൽക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ NDA 15, LDF 15, UDF 7 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ അവിടെ ഫലം അറിഞ്ഞിട്ടുള്ള സീറ്റുകളിൽ 12 മാത്രം ആണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുവാൻ അല്ലെങ്കിൽ UDFന് സാധിക്കുന്നത് എന്നുള്ളതാണ്. LDFനെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗികമായി ഇപ്പോൾ പുറത്തു വരുന്നത് 15-29 എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് അതിനേക്കാൾ അഡ്വാൻസ്ഡ് ഡേറ്റകൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് NDA 35 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നത്. LDF ആകട്ടെ 25. അതേസമയം അപർണ, ഈ തിരുവനന്തപുരത്തെ മറ്റ് മുനിസിപ്പാലിറ്റികൾ പരിശോധിച്ചാൽ അതിലെല്ലാം ഇടതുപക്ഷത്തിന്റെ ഒരു മേൽക്കൈയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആറ്റിങ്ങലിൽ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഇടതുപക്ഷം. നെടുമങ്ങാട് ഇടതുപക്ഷം മുന്നിട്ട് നിൽക്കുന്നു. 29 സീറ്റുകളിൽ ആണ്, 29 വാർഡുകളിൽ ആണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. നെയ്യാറ്റിൻകരയിലും LDFന്റെ തന്നെ തേരോട്ടമാണ്. അവിടെ 17 സീറ്റുകളിൽ ആണ് നെയ്യാറ്റിൻകരയിൽ ഇടതുപക്ഷം മുന്നിട്ട് നിൽക്കുന്നത്. LDF വർക്കലയിലും അപ്രമാദിത്വം തുടരുന്നുണ്ട്. 15 എന്നതാണ് ഇടതുപക്ഷത്തിന്റെ സീറ്റ് നില എങ്കിൽ 5 വാർഡുകളിൽ മാത്രമാണ് UDFന് മേൽക്കൈ നേടാൻ സാധിക്കുന്നത്. അവിടെ നിന്ന് ഒരു അരമണിക്കൂർ അങ്ങോട്ട് പോകുമ്പോൾ കൊല്ലത്ത് എന്ത് സംഭവിക്കുന്നു? എന്തുകൊണ്ട് കൊല്ലത്ത് ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള കൊല്ലത്ത് 8 LDFന്റെ കണക്ക്. 15 NDAക്ക് നിൽക്കുമ്പോൾ ഏകദേശം അതിന് തത്തുല്യമായിട്ട് 5ഓളം NDA നേടുന്നുണ്ട്. UDF 15, NDA 5, LDF 8 എന്നുള്ളിടത്ത് വരുന്നു. എന്തുകൊണ്ട്? LDFന്റെ ശക്തി കേന്ദ്രം കൊല്ലത്തും വലിയ തരത്തിലുള്ള തിരിച്ചടിയായി പോയിരുന്നു. തൊടുപുഴ നഗരസഭാ ഭരണം UDFന് എന്നുള്ള വാർത്ത കൂടി വരികയാണ്. അതിനിടയിൽ മറ്റൊരു കൗതുകരമായിട്ട് കാര്യം, പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ സ്വന്തം വാർഡ് വടക്കൻ പറവൂരിൽ BJP ജയം. അത് BJPയുടെ സിറ്റിംഗ് സീറ്റ് തന്നെയാണ്. BJP അത് തുടരുകയും ചെയ്യുന്നു. കോഴിക്കോട് കോർപ്പറേഷനിൽ ഇഞ്ചോടിഞ്ച് മത്സരം. പക്ഷേ ഒരല്പം കൂടെ LDF നില മെച്ചപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ചെറിയൊരു ആശ്വാസത്തിലേക്ക് 23 എന്ന തരത്തിലേക്ക് വരികയാണ്. മത്സരം അതാണെങ്കിലും കിഴക്കമ്പലത്തും കുന്നത്തുനാട്ടിലും UDF വരുന്ന ഒരു സാഹചര്യം. NDA 27 തിരുവനന്തപുരത്ത്. തിരുവനന്തപുരത്തെ സ്റ്റാർ സ്ഥാനാർത്ഥികളെ, സ്റ്റാർ കാൻഡിഡേറ്റ്സിൽ